കൊട്ടിയൂരിലെ തീർത്ഥ കിണറാണിത്. എല്ലാവർക്കും നമസ്തേ. ഹാപ്പി ബി ഹാപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. ഇന്ന് കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ പുണർതം ചതുശതമാണ്. എന്താണ് ചതുശതം? ആഗ്രഹ സാഫല്യത്തിനായി പല വഴിപാടുകളും നാം ക്ഷേത്രത്തിൽ സമർപ്പിക്കാറുണ്ട്. അതിൽ പ്രധാനമാണ് ദേവന് അല്ലെങ്കിൽ ദേവിക്ക് നേദ്യമായി സമർപ്പിക്കുന്ന പായസം വഴിപാട്. ആചാര അനുഷ്ഠാനങ്ങളുടെ ഭാഗമായി ഓരോ ദേവനും ദേവിക്കും സമർപ്പിക്കുന്ന നേദ്യങ്ങൾ വിഭിന്നമായിരിക്കും. പായസ വഴിപാടിൽ തന്നെ പാൽപ്പായസം, എള്ളുപായസം, കടുംപായസം എന്നിങ്ങനെ പലതരത്തിലുണ്ട്. അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ പെരുമ പറഞ്ഞറിയിക്കേണ്ടതല്ലോ. പ്രധാനമായും ധനധാന്യ വർധനയ്ക്കായി സമർപ്പിക്കുന്ന വഴിപാടാണിത്. രോഗ ദുരിത ശാന്തിക്കായും പായസം വഴിപാട് സമർപ്പിക്കാറുണ്ട്. കൃഷ്ണൻ്റെയും വിഷ്ണു ഭഗവാന്റെയും ക്ഷേത്രത്തിൽ പാൽപ്പായസമാണ് പ്രധാനം. ശനിദോഷ ശാന്തിക്കായി ശാസ്താ ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കുന്ന വഴിപാടാണ് എള്ളുപായസം. കടുംപായസമാണ് ദേവീ ക്ഷേത്രങ്ങളിൽ പ്രധാനം. ഉണക്കലരിയും ശർക്കരയും നെയ്യും ചേർന്ന ഈ നിവേദ്യത്തിൻ്റെ കടുത്ത മധുരം കാരണമാണ് കടുംപായസം എന്ന പേര് വന്നത്. കേരളത്തിലെ ഒട്ടുമിക്ക പ്രധാന ക്ഷേത്രങ്ങളിലുമുള്ള ഒരു വഴിപാടാണ് ചതുശതം. ചതുശതം എന്നാൽ 400 എന്നർത്ഥം. 4 കൂട്ടം 100 വീതം. എന്താണ് ഈ 4 കൂട്ടങ്ങൾ? ഉണക്കലരി 100 നാഴി, അതായത് 25.5 കിലോഗ്രാം. ശർക്കര 100 ഫലം, അതായത് 52.5 കിലോഗ്രാം. തേങ്ങ 100, കദളിപ്പഴം 100. തേങ്ങ ഇടിച്ച് പിഴിഞ്ഞ് 1-ാം പാലും 2-ാം പാലും 3-ാം പാലുമാക്കി വയ്ക്കും. അരി വേവിച്ച് ശർക്കരയിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കും. കദളിപ്പഴവും ചേർക്കും. ശർക്കര പാകമായാൽ 3-ാം പാലും 50 കഴഞ്ച്, അതായത് 250 ഗ്രാം നെയ്യും ചേർത്തിളക്കി വറ്റിക്കും. പാകത്തിന് വറ്റിയാൽ 2-ാം പാലും 50 കഴഞ്ച് നെയ്യും ചേർത്ത് വീണ്ടും ഇളക്കി വറ്റിക്കും. ഇത് കഴിഞ്ഞാൽ തീ കുറച്ച് 1-ാം പാൽ ചേർത്ത് വെക്കും. പിന്നെ ഇളക്കരുത്. ഇങ്ങനെയാണ് ചതുശതം ഉണ്ടാക്കുന്നത്. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് പ്രസാദമായി വാഴയിലയിൽ ലഭിക്കുന്ന പായസം ഭക്തന്റെ വയറും മനസ്സും നിറയ്ക്കുന്ന അമൃതാണ്. ഇനി 2 ചതുശതങ്ങൾ കൂടി കൊട്ടിയൂർ മഹാശിവക്ഷേത്രത്തിലുണ്ട്. ഒന്ന് ആയില്യം ചതുശതം, രണ്ടാമത്തേത് അത്തം ചതുശതം. വഴിപാടുകളെക്കുറിച്ചുള്ള വിവരങ്ങളും വഴിപാട് ബുക്കിങ്ങിന് ബന്ധപ്പെടേണ്ട നമ്പറും ഈ വീഡിയോയിൽ കാണാം. ഇത് രോഹിണി ആരാധനാ ദിവസം കൊട്ടിയൂർ മഹാശിവക്ഷേത്രത്തിൽ അനുഭവപ്പെട്ട ഭക്തജന തിരക്കാണ്.